Hello, welcome back to my YouTube channel. Today I'm going to discuss about the topic comparison between Vedic education and Buddhist system of education. സ്ഥിരം 2 മാർക്കിനും അതുപോലെ എസ്എക്കും ഒക്കെ ചോദിക്കാവുന്ന ഒരു ഏരിയയാണ് വേദിക് എഡ്യൂക്കേഷനും ബുദ്ധിസ്റ്റ് സിസ്റ്റം ഓഫ് എഡ്യൂക്കേഷനും കമ്പയർ ചെയ്തിട്ട് എഴുതാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമുക്ക് സിമ്പിൾ ആയിട്ട് അതിൽ വരുന്ന എന്തൊക്കെ പോയിന്റുകളാണെന്നുള്ളത് ഡിസ്കസ് ചെയ്യാം. അത് വെച്ചിട്ട് നിങ്ങൾക്ക് എക്സാം അറ്റൻഡ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഫസ്റ്റ് എഡ്യൂക്കേഷനെ പറ്റി നോക്കാം. വേദിക് എഡ്യൂക്കേഷനിൽ അന്ന് പ്രധാനമായിട്ടും ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടുണ്ടായിരുന്നത് വേദാസിനായിരുന്നു. സോ എംഫസിസ് ഓഫ് എഡ്യൂക്കേഷൻ വാസ് വേദാസ് ആൻഡ് ദ എഡ്യൂക്കേഷൻ ഇമ്പാർട്ടഡ് ഇൻ ദി ഗുരുകുല സിസ്റ്റം നിലനിന്നിരുന്ന ഒരു കാലഘട്ടമായിരുന്നു വേദിക് എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത്. ആഫ്റ്റർ എഡ്യൂക്കേഷൻ ദ സ്റ്റുഡൻസ് ഹാഡ് ദ ഓപ്ഷൻസ് ടു ഗോ ബാക്ക് ടു ദെയർ ഹോം ആൻഡ് ഗെറ്റ് മാരീഡ്. അതായത് ഈ ഒരു വേദിക് എഡ്യൂക്കേഷൻ ഈ ഒരു പീരിയഡിൽ എഡ്യൂക്കേഷൻ കഴിഞ്ഞതിന് ശേഷം സ്റ്റുഡൻസിന് അവരുടെ വീടുകളിലേക്ക് റിട്ടേൺ ചെയ്ത് വീടുകളിൽ പോകാനും അതുപോലെ തന്നെ മാരീഡ് ലൈഫിലേക്ക് എൻറ്റർ ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ടായിരുന്നു. Then Vedic education was individualistic ആയിട്ടുള്ള ഒരു ടൈപ്പ് ഓഫ് എഡ്യൂക്കേഷൻ സിസ്റ്റം ആയിരുന്നു വേദിക് എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത്. എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് ഫ്രീ ആയിട്ടായിരുന്നു കൊടുത്തിട്ടുണ്ടായിരുന്നത്. അന്നത്തെ ടീച്ചേഴ്സ് എന്ന് പറയുന്നത് മെയിൻ ആയിട്ടും ബ്രാഹ്മിൻസ് ആയിരുന്നു. ബ്രാഹ്മിൻസിന് മാത്രമായിരുന്നു ടീച്ചേഴ്സ് ആയിട്ട് ഉണ്ടായിരുന്നത്. ദ മീഡിയം ഓഫ് എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് മെയിൻലി സാൻസ്ക്രിറ്റ് ആയിരുന്നു. ഓക്കെ, ദെൻ നെക്സ്റ്റ് സിസ്റ്റം ഓഫ് എഡ്യൂക്കേഷൻ ബുദ്ധിസ്റ്റ് സിസ്റ്റം ഓഫ് എഡ്യൂക്കേഷൻ ആണ്. The emphasis of education എന്ന് പറയുന്നത് ബുദ്ധ മെയിനായിട്ടും എഡ്യൂക്കേഷൻ ഇമ്പാർട്ടഡ് ചെയ്തെന്ന് വിഹാരാസിലായിരുന്നു. മറ്റേത് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഗുരുകുലത്തിൽ വെച്ചിട്ടുണ്ടായിരുന്നതാണ് വേദിക് എഡ്യൂക്കേഷൻ. പക്ഷെ ബുദ്ധിസ്റ്റ് സിസ്റ്റം ഓഫ് എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് വിഹാരാസിലായിരുന്നു എഡ്യൂക്കേഷൻ കൊടുത്തിട്ടുണ്ടായിരുന്നത്. വൺസ് എൻറ്റേർഡ് ഇൻ ദി വിഹാരാസ് ഫോർ എഡ്യൂക്കേഷൻ ദ സ്റ്റുഡൻസ് were not allowed to go back to their home. ഓക്കെ, ഇപ്പോൾ വിഹാരാസിൽ നമ്മൾ എഡ്യൂക്കേഷന് വേണ്ടിയിട്ട് എൻറ്റർ ചെയ്ത് കഴിഞ്ഞാൽ ഒരു സ്റ്റുഡൻറ്റിന് ബാക്കി തിരിച്ച് വീട്ടിലേക്ക് തന്നെ പോകാനുള്ള ഒരു ചാൻസ് അവിടെ ഉണ്ടായിരുന്നില്ല. ബുദ്ധിസ്റ്റ് സിസ്റ്റം ഓഫ് എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് കളക്റ്റീവ് ആണ്. പാലി അതേപോലെ തന്നെ ലോക്കൽ ലാംഗ്വേജ് ആയിരുന്നു മീഡിയം ഓഫ് എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത്. അതേപോലെ തന്നെ ഇതൊരു ഫ്രീ ആയിട്ടുള്ള എഡ്യൂക്കേഷൻ സിസ്റ്റം അല്ല. ഒരു സം എമൗണ്ട് ഓഫ് ഫീസ് ചാർജായിട്ട് സ്വീകരിച്ചിട്ടുണ്ടായിരുന്നു. ഈവൻ നോൺ ബ്രാഹ്മിൻസ് വർ അപ്പോയിന്റഡ് ആസ് ടീച്ചേഴ്സ്. നമ്മൾ വേദിക്കിന്റെ കേസിൽ പറഞ്ഞത് എന്താണ്, ടീച്ചേഴ്സ് എന്ന് പറയുന്നത് മെയിനായിട്ടും ബ്രാഹ്മിൻസ് ടീച്ചേഴ്സ് ആയിരുന്നു ഉണ്ടായിരുന്നത്. പക്ഷെ ബുദ്ധിസ്റ്റ് സിസ്റ്റം ഓഫ് എഡ്യൂക്കേഷൻ ആയപ്പോഴത്തേക്കും അത് നോൺ ബ്രാഹ്മിൻസിനും ടീച്ചേഴ്സ് ആയിട്ട് വർക്ക് ചെയ്യാനുള്ള ഒരു സൗകര്യം ഉണ്ടായിരുന്നു. ഓക്കെ, ഇത്രയും പോയിന്റുകളാണ് നമ്മൾ വേദിക് എഡ്യൂക്കേഷനിലും അതേപോലെ ബുദ്ധിസ്റ്റ് സിസ്റ്റം ഓഫ് എഡ്യൂക്കേഷനിലും ഡിസ്കസ് ചെയ്യുന്നത്. ഈ ഒരു പോയിന്റുകൾ ഉൾപ്പെടുത്തിക്കൊണ്ട് നിങ്ങൾക്ക് ക്വസ്റ്റ്യന് അറ്റൻഡ് ചെയ്യാനാവുന്നതാണ്. ഓക്കെ, താങ്ക് യു.